എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പ്രകൃതിയെ കാണിക്കുന്നുണ്ട്, ചെറിയൊരു കറി വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇത് പുഴയും ആകാശമൊക്കെ കാണുന്നത് എനിക്കും വളരെയധികം മനസ്സന്തോഷമുള്ള കാര്യം കേട്ടോ. അതാണ് ഞാനിത് എപ്പോഴും വീഡിയോ ആക്കി ഇടുന്നത്. ചിലവർക്കൊക്കെ ഇഷ്ടമായിരിക്കുള്ളത് ഇങ്ങനെ കാണുന്നത്. നമുക്ക് ആകാശത്തോട്ടൊക്കെ നോക്കിയിരുന്ന് എന്നല്ലേ, ആകാശം മാത്രം നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ പുഴയിൽ കൂടി നമ്മുടെ പഴയ സിനിമകളിലോട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഒരു ചെറിയ വഞ്ചിയിൽ രണ്ടാൾക്കാർ ഞണ്ടിനെ പിടിക്കാൻ പോകണം, മീൻ പിടിക്കാൻ പോകണം. നല്ലൊരു ഭംഗിയാണുള്ളത് കാണാനായിട്ട്. പണ്ടൊക്കെ ഞാനൊക്കെയും ഇങ്ങനെ ചെറിയ വഞ്ചികളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വല്യച്ഛന്മാരുടെയൊക്കെ വീടുകളൊക്കെ പുഴയുടെ അപ്പുറമൊക്കെ ഇരുന്നപ്പോൾ അങ്ങനെ വഞ്ചി യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബന്ദിച്ചെടിയമ്മ, ഓണം പ്രമാണിച്ചുള്ള ബന്ദിച്ചെടിയമ്മ മുട്ടുകളായിട്ട് തുടങ്ങിയിട്ടാണ്. നമ്മൾ ബന്ദിച്ചെടി നട്ടിട്ട് അതിനൊരു ഫലം കണ്ടു തുടങ്ങി. എന്ന് വെച്ചാൽ ഇത് നല്ലോണം കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മുട്ടിട്ട് നിൽക്കുന്നത് നട്ടപ്പോൾ തുടങ്ങി നല്ല കെയറായിരുന്നു ഇതിന്. അപ്പോൾ അത് ഇപ്പോൾ മുട്ടിട്ട് ഒന്ന് വിരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഓണാകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഞാനെന്നൊരു വഴുതനങ്ങക്ക് അറിയാണ്ട് വെക്കണത്. വഴുതനങ്ങക്ക് ഒരു വലിയ സവാള തേങ്ങക്കൊത്താണ്ട ഇത് പൊടിയായിട്ട് എരിഞ്ഞ് വെച്ചേക്കണം. പിന്നെ ഇത് ഈ തേങ്ങയുടെ നമ്മൾ ചിരണ്ടിയിട്ട് പാലെടുക്കണം. പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയായിട്ടിത് അത് പേസ്റ്റാക്കണം. പിന്നെ നമുക്ക് ഈ വഴുതനങ്ങ നമ്മുടെ പുറത്ത് പറമ്പിൽ നിന്ന് ചേട്ടനന്ന് പോയി പൊട്ടിച്ചുകൊണ്ടുവന്ന് കേട്ടാന്ന്. ഒരു ദിവസം പച്ചമുളക് പൊട്ടിക്കാൻ പോയപ്പോൾ ഉള്ള വഴുതനങ്ങ മാള് പൊട്ടിച്ചുകൊണ്ടുവന്ന്. ഇതിങ്ങനെ നമ്മൾ കനം കുറച്ചായിട്ട് അരിയണത്. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി കറി വെക്കാൻ നോക്കിയപ്പോൾ വേറെ കറിക്കൊന്നുമില്ല. അപ്പോൾ വഴുതനങ്ങ എപ്പോഴും നമ്മൾ ഇങ്ങനെ വാട്ടിയെടുക്കണം നമുക്കത്ര ഇഷ്ടവുമല്ല. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കറി വെക്കാനായിട്ട് ചേട്ടനോട് ഞാനൊന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു വീഡിയോ നോക്കി നമുക്ക് അതുപോലെ കറി വെക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ചേട്ടൻ ഒരു വീഡിയോ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്യണേണ്. അതനുസരിച്ച് സവാള സവാളയും ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ചിക്കനെയൊക്കെ അരിയൂലേ, ചിക്കൻ കറി വെക്കാനൊക്കെ അരിയണം പോലെ അരിഞ്ഞെടുക്കണതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വഴുതനങ്ങ നമുക്ക് അത്ര ഇഷ്ടമല്ല ഇവിടെ. കാരണം വാട്ടണത് ഇഷ്ടമുള്ള കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനെ കൊള്ളിക്കാമെന്ന് ഓർത്താണെന്ന് വെച്ചാൽ ഇത് കളയാനും പറ്റില്ല, നമ്മുടെ വീട്ടിലുണ്ടായ സംഗതിയല്ലേ. അതിനുവേണ്ടി നമ്മുടെ സ്ഥിരം ചട്ടിയാണ് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട ചട്ടിയാണത്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് മിക്സിയിലടിക്കാനില്ല, കാരണം നമ്മൾ ഇതുമിട്ട് പേസ്റ്റാക്കണേണ്. പിന്നെ നമ്മുടെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. അധികം പണിയൊന്നുമില്ല കേട്ടോ, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത കറിയാണ്. അതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് വാട്ടി നമ്മൾ സ്ഥിരം ചെയ്യണത് പോലെ തന്നെ വാട്ടിയെടുക്കുക. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ കറികളൊന്നും വെക്കാറില്ല കേട്ടോ. എപ്പോഴും ഒരു മീൻ കറി വെക്കും, മീൻ കറി ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കൊഴുവ വറുക്കാനുണ്ട്. ഇത് കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കണതാണ്, കാരണം നമുക്കിപ്പോൾ മീൻ കിട്ടണില്ല. അപ്പോൾ അങ്ങനെ കുറച്ചെടുത്ത് വെച്ച് ലാസ്റ്റ് ഉണ്ടായി കൊഴുവേണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ മീൻ കറി വെച്ചും എന്തെങ്കിലും ഒരു പച്ചക്കറി വെക്കും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കറി. അല്ലാണ്ട് ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ട് വല്ലാത്തൊരു കറികൾ വെക്കാറില്ല. മീൻ കറി ഉണ്ടാവും. പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ അങ്ങനെ കറികൾ കുറവാണ്. വല്ല ചപ്പാത്തി അപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുല്ലിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് പുല്ലൊന്നും വെള്ളത്തിലിട്ടില്ല. അപ്പോൾ ഞാനിന്ന് ചോറ് വായിക്കേണ്ടായിരുന്നു. കാലത്തെ ചോറ് വൈകുന്നേരത്തേക്ക് കുറച്ച് കൂടുതൽ ചോറ് വായിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇനി വേറൊന്നും ഉണ്ടാക്കാനുണ്ടല്ലോ എന്ന് ഓർത്ത്, അല്ലെങ്കിൽ ചോറ് വേസ്റ്റ് ആവുമല്ലോ. കുറച്ച് ചോറുള്ളെങ്കിൽ നമുക്ക് കോഴിക്ക് കൊടുക്കാം. പക്ഷേ ഇത് അതിലും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വഴുതനങ്ങ കറി വെക്കാമെന്ന് ഓർത്തത്. പിന്നെ ഈ സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാൻ പേസ്റ്റാക്കിയിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. അതൊന്ന് വാടിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ സ്മെല്ല് മാറണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ സ്മെല്ല് മാറുമ്പോഴാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ വീഡിയോ കണ്ടത്. പക്ഷെ നമുക്കതില്ലാത്ത കാരണം ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ മൂക്കണം. ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. പച്ചമുളക് ഇട്ടണത് കാണിച്ചിട്ടുണ്ടായില്ല. ഞാൻ പച്ചമുളക് ഇട്ടില്ല, മുളക് പൊടിയുടെ പരിപാടിയാണ് കണ്ടത്. പിന്നെ അതിനിടയ്ക്ക് കൊഴുവ വറുത്തിട്ട് ഒരുവിധം ശരിയായിട്ടുണ്ട്. ഒരു സൈഡ് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ അതിൽ മുളക് പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. തക്കാളി ഉണ്ടായില്ല കേട്ടോ.
പിന്നെ ഇതൊക്കെ മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കണത്. തക്കാളി നമ്മുടെ വീട്ടിലില്ലാതെ തക്കാളി ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് തിളക്കണം. പൊടിയും ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ മിക്സിലോട്ടാണ്, ഈ അരപ്പിലോട്ടാണ് നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നത്. എല്ലാവരും ചെയ്യണ കറി ആയിരിക്കട്ടെ, ഞാനിത് ആദ്യമായിട്ട് ചെയ്യണ കാരണം ഇതായിട്ട് പറയുന്നതാണ്. അപ്പോൾ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാത്ത പറഞ്ഞാൽ പിന്നെ എനിക്കിനി ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, തക്കാളി ഇട്ടിട്ടില്ല നമ്മൾ. അപ്പം ഞാനിനി എന്താവുമെന്ന് നമുക്കൊരു ഇതുമില്ല. കാരണം ഞാൻ വീട്ടിൽ ഇത്തിരി ചൊറുക്കുണ്ടല്ലോ വിനാഗിരി ഒരു ഇത്തിരി കുളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കണ്ട മൂടി വെച്ച് വേവിക്കുകയാണ്. പിന്നെ കൊഴുവൻ കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങ പെട്ടെന്ന് വാടോട്ടൊന്നാത്തെ കട്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട്, കുറച്ചിട്ടാൽ മതി. അതിന് ഞാൻ പറഞ്ഞ ഈ തക്കാളി ഇടാത്ത പറഞ്ഞു ഇനി വല്ല കുഴപ്പമുണ്ടാവുമെന്ന് ഓർത്ത് ഞാൻ ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും കേട്ടോ. അത് ഒരുവിധം കട്ടി തേങ്ങാപ്പാലാണ്. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കണ്ട. വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കണം. ഒരു ഇത്തിരി കുളം വിനാഗിരി ഒഴിച്ചുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുളി വേണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇത്തിരി ഒഴിച്ചു കൊടുത്ത്. പിന്നെ അതിലോട്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനി വേറെ പണിയൊന്നുമില്ല. അതിലോട്ട് കടുക് താളിച്ചിട്ട്, കടുകും വേപ്പിലയും കൂടി താളിച്ചിട്ട്, വേപ്പിലയും ഉള്ളിയൊക്കെ കൂടി താളിച്ചിട്ട്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചാക്കണ തേങ്ങക്കൊത്തുണ്ടല്ലോ, ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ, വേപ്പില മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ അരിഞ്ഞ് വെച്ചാക്കണ കൊത്തുണ്ടല്ലോ തേങ്ങയുടെ, അതും ഇട്ടൊന്ന് നല്ലപോലെ മൂപ്പിക്കണം കേട്ടോ. നല്ലപോലെ മൂപ്പിച്ചിട്ടാണിത് നമ്മൾ ഇതിലോട്ട് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഒരുവിധം ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കറിക്ക്. ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ട ഈ കറി, വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇതൊരു ഇപ്പം എനിക്ക് തോന്നുന്നു വിനാഗിരി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണെന്നാണ് തോന്നുന്നത്. വിനാഗിരി ഇട്ട് കൊടുത്താലും ഒരു ചെറിയൊരു പുളിയുടെ രുചിയുണ്ട്. പിന്നെ ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. ചോറാ ചപ്പാത്തിയാ എന്തിനെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ചോറ് എടുക്കേണ്ട, ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ചേട്ടനുള്ള ചോറാണ്. ഇത്തിരി വഴുതനങ്ങക്കറി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വെക്കണത്. പിന്നെ കൊഴുവ് വറുത്തത്, പിന്നെ 2 മുട്ട കടയിൽ നിന്ന് കൊണ്ടുവന്നത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചട്ടിയിലിട്ട് ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടിപ്പോയി വന്ന വഴി. അപ്പോൾ അത് ചിക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.